നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യലഹരിയിൽ ഭാര്യയുമായി വഴക്കിട്ടതല്ലാതെ തനിക്ക് മറ്റൊന്നും തന്നെ അറിയില്ല എന്ന വാദങ്ങളൊക്കെ പൊളിയുകയാണ്. രജനി ആത്മഹത്യ ചെയ്തതല്ല, കൊല ചെയ്യപ്പെട്ടത് തന്നെയാണ് എന്നത് വ്യക്തമാക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ജോലിക്കെത്തിയിട്ടുള്ള ദമ്പതികളിൽ രജനി എന്ന യുവതിയെ ജോലിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു. സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രജനിയുടെ ഭർത്താവിനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രതി നൽകിയിട്ടുള്ള മൊഴി തെറ്റെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പടിയൂർ ഊരത്തൂരിൽ കശുവണ്ടി വെറുക്കാനെത്തിയിട്ടുള്ള ഈ വയനാട് സ്വദേശികൾ പെരിയ ഇരുമത്തൂർ കാലിമന്ദം ഉന്നതിയിലെ രജനി എന്ന 40 വയസ്സുകാരി അവരുടെ മരണം അത് കൊലപാതകം എന്ന് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തത വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇവർ കൊല്ലപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. സംഭവത്തിൽ രജനിയുടെ ഭർത്താവ് പേരിയമഠത്തിൽ ഉന്നതിയിലെ AK ബാബുവിനെ ഇരിക്കൂർ ഇൻസ്പെക്ടർ രാജേഷ് ആയോടൻ അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. രജനിയുടെ ശരീരത്തിൽ 13ഓളം പരിക്കുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ചവിട്ട് ഏറ്റിട്ടുണ്ട്, കരളിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് മരണകാരണം. തലച്ചോറിനും കാര്യമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ചവിട്ടിയും തല നിലത്തടിച്ചുമാണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വിവരം. നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ബാബുവിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഭർത്താവിനൊപ്പം കശുവണ്ടി പെറുക്കാൻ ജോലിക്ക് വയനാട്ടിൽ നിന്ന് ഇരുവരും 1 മാസം മുമ്പാണ് കണ്ണൂരിലേക്ക് എത്തുന്നത്. ബാത്തൂർ സ്വദേശി ആഷിഖ് പാട്ടത്തിനെടുത്തിട്ടുള്ള തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ദമ്പതികൾ എത്തിയത്. ചെങ്കല്ല് കൊത്തി ഒഴിവാക്കിയ ഊരത്തൂരിലെ പണയിൽ കെട്ടിയിട്ടുള്ള ഷെഡിലായിരുന്നു ഇവർക്ക് വേണ്ടുന്ന താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. ഇതിനിടയിലാണ് വയനാട് തലപ്പുഴ പെരിയ ഇരുമനത്തൂർ കാരിമന്ദം പണിയ ഉന്നതിയിലെ ആലറ്റിൽ അതായത് ജോലി സ്ഥലത്ത് രജനി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അറസ്റ്റിന് പിന്നാലെ ഞായറാഴ്ച രാത്രി മദ്യലഹരിയിൽ ഭാര്യയുമായി താൻ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനുശേഷം താൻ കിടന്നുറങ്ങിയെന്നും രാവിലെ ഭാര്യയെ മരിച്ച നിലയിൽ താൻ കണ്ടു എന്നതല്ലാതെ തനിക്ക് മറ്റൊന്നും അറിയില്ല എന്നുമായിരുന്നു ബാബു പറഞ്ഞിരുന്നത്. സമീപത്തെ മുറിയിൽ താമസിക്കുന്നത് ഇവരുടെ ബന്ധുവായിട്ടുള്ള മിനിയായിരുന്നു. മിനിയും ഭർത്താവ് ബാബുവും ഇതേ തോട്ടത്തിൽ തന്നെ പണിയെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. രാത്രിയിൽ നടന്ന വാക്കേറ്റത്തെക്കുറിച്ച് ഇരുവരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. രജനിയുടെ മുഖത്തും ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ കാണപ്പെട്ടതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഇത് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് എത്തുന്നത്. ഇവർക്ക് 7 മക്കളാണുള്ളത്. അതിൽ 5 പേർ വയനാട്ടിൽ തന്നെ തുടരുകയായിരുന്നു. 2 ചെറിയ കുട്ടികളെയാണ് ദമ്പതിമാർ ഒപ്പം കൂട്ടിയിരുന്നത്. ദമ്പതിമാർ ഇവരെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരുന്നു. കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പാലിവാൾ, ഇരിട്ടി ഡിവൈഎസ്പി PK ധനഞ്ജയ ബാബു, ഇരിക്കൂർ SHO ആയിട്ടുള്ള രാജേഷ് ആയോടൻ എന്നിവരും കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരുമാണ്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇരിക്കൂർ SI ഷിബു F പോൾ ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ പോവുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം തലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലെത്തിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും കൂടെയുള്ള മക്കളെ കഴിഞ്ഞ ദിവസം തന്നെ ബന്ധുക്കൾക്ക് ഒപ്പം നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ ഒരു ദുരൂഹത അത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഈ രജനിയുടെ മരണം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ കൈയാൽ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഓരോ ദിവസവും മനസ്സ് മരവിപ്പിക്കുന്ന കൊലപാതക കഥകൾ പുറത്തു വരുമ്പോൾ അതിലൊന്നുകൂടെയായി മാറുകയാണ് രജനിയുടെ മരണം. മദ്യലഹരിയിലാണ് ഭർത്താവ് ഇവരെ കൊന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ചവിട്ടിയും തലയിടിച്ചുമൊക്കെയാണ് ഇവരെ പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കേസ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതുകൂടെ ഏകദേശം ഒരു വ്യക്തത പുറത്തു വരികയാണ്. രജനിയെ ഭർത്താവ് അതിക്രൂരമായി കൊന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയത് എന്നതാണ് അറിയേണ്ടിയിരിക്കുന്നത്. സ്വന്തം മക്കളെ അടക്കം മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കൊണ്ടുവന്ന ഒരു ദമ്പതിമാർ യാതൊരു പ്രശ്നവുമില്ലാതെ പെട്ടെന്ന് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്താൻ കാരണമായത് എന്താണ് എന്നതൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്.